Hi students, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒപ്പാമ്പിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ആപ്ലിക്കേഷൻസ് ഓഫ് ഒപ്പാമ്പ് ആപ്ലിക്കേഷൻസ് ആണ്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻസ് ആണ് ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ, നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ, പിന്നെ അതുപോലെ തന്നെ വോൾട്ടേജ് ഫോളോവർ, സമ്മിങ് ആംപ്ലിഫയർ, ഡിഫറൻഷിയേറ്റർ, ഇൻ്റഗ്രേറ്റർ. ഇതൊക്കെയാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനകത്തെ ആദ്യത്തെ ആപ്ലിക്കേഷൻ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ. നോക്കുക, നമ്മൾ ഓപ്പറേഷണൽ ആംപ്ലിഫയറിന് രണ്ട് ഇൻപുട്ട് ടെർമിനൽസ് ഉണ്ട്. ഇൻവേർട്ടിംഗ് ടെർമിനലും ഉണ്ട്, നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലും ഉണ്ട്. നമ്മൾ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിനെ ഗ്രൗണ്ട് ചെയ്തിട്ട് ഇൻവേർട്ടിംഗ് ടെർമിനലിൽ നമ്മൾ ഇൻപുട്ട് സിഗ്നൽ കൊടുക്കുകയാണെങ്കിൽ ആ ഇൻപുട്ട് സിഗ്നല് ആംപ്ലിഫൈ ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ ഫേസ് ഷിഫ്റ്റ് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനും നമ്മുടെ ഓപ്പറേഷണൽ ആംപ്ലിഫയറിന് സാധിക്കും. Such a circuit is known as inverting amplifier. If we ground a non-inverting terminal and apply input signal onto the inverting terminal, it will be amplified and introduce 180 degree phase shift as well. Such a circuit is known as operational amplifier, inverting amplifier. Okay. നോക്കുക, ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ എന്താണെന്ന് പറഞ്ഞിരിക്കുന്നു. സർക്യൂട്ട് ഡിസൈൻഡ് യൂസിങ് op-amp which amplify the input signal applied on the inverting terminal of op-amp and also introduce 180 degree phase shift on it. ഓക്കെ, അതായത് op-amp ഉപയോഗിച്ചുകൊണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു സർക്യൂട്ടാണ്. അത് ഇൻപുട്ട് സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിൽ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. സച്ച് എ സർക്യൂട്ട് ഈസ് നോൺ ആസ് ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ. അപ്പോൾ ഒരു ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ നമ്മൾ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത്, അതിൻ്റെ സർക്യൂട്ട് നോക്കുക. ഇതാണ് നമ്മുടെ ഒപ്പാമ്പിൻ്റെ ഇൻവേർട്ടിംഗ് ടെർമിനൽ നെഗറ്റീവ്, നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ പോസിറ്റീവ്. നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ നമ്മൾ ഗ്രൗണ്ട് ചെയ്തിരിക്കുകയാണ്. ഇൻവേർട്ടിംഗ് ടെർമിനലിലാണ് നമ്മൾ നോക്ക് Vin എന്ന് പറയുന്ന ഇൻപുട്ട് സിഗ്നൽ അപ്ലൈ ചെയ്യുന്നത്. ആ ഇൻപുട്ട് സിഗ്നൽ ഞാൻ അവിടെ കാണിച്ചിരിക്കുന്നു. ഇതാണ്, ഈ ഒരു സിഗ്നലാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്, Vin. അത് ത്രൂ ആറിൻ എന്ന് പറയുന്ന റെസിസ്റ്ററിലൂടെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ഈ പോയിന്റിന് ഞാൻ A എന്ന് കൊടുത്തു. അത് ഗെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നതിനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് അതിന് ഞാൻ A എന്ന് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ഇവിടെ ഔട്ട്പുട്ടിൽ നിന്നുള്ള ഫ്രാക്ഷൻ ഓഫ് ഔട്ട്പുട്ട് സിഗ്നൽ ഇൻപുട്ടിലേക്ക് തന്നെ ബാക്ക് ഇഞ്ചക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഫീഡ്ബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് RF എന്ന് പറയുന്ന ഒരു ഫീഡ്ബാക്ക് റെസിസ്റ്ററും നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഫീഡ്ബാക്ക് നെഗറ്റീവ് ഫീഡ്ബാക്കാണ്. ഗെയിൻ സ്റ്റെബിലിറ്റിയും അതുപോലെ തന്നെ ലാർജ് ബാൻഡ് വിഡ്ത്തൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്, നെഗറ്റീവ് ഫീഡ്ബാക്കാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുള്ളത് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പോൾ അതാണ് ആ സർക്യൂട്ട്. അപ്പോൾ നമ്മൾ നോക്ക്, ഇവിടെ കൊടുക്കുന്ന ഇൻപുട്ട് സിഗ്നൽ ഇങ്ങനെയാണ്. അത് നോക്കി നോക്കി ആംപ്ലിഫൈ ചെയ്യപ്പെട്ടു അല്ലേ, സിഗ്നൽ സ്ട്രെങ്ത് കൂടിയതായിട്ട് കാണാം, ആംപ്ലിറ്റ്യൂഡ് കൂടിയതായിട്ട് കാണാം. ഫേസ് നോക്കി നോക്കി, ആദ്യം ഇവിടെ ക്രസ്റ്റ് ആയിരുന്നു, ഇവിടെ ആദ്യം ട്രഫാണ് വരുന്നത്. 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റും ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, ഈ ഔട്ട്പുട്ട് ടെർമിനൽ എന്ന് പറയുന്നത് നമ്മുടെ ഒപ്പാമ്പിൻ്റെ 6th ടെർമിനലായിരിക്കും. നമ്മൾ പറഞ്ഞതാണല്ലോ അല്ലേ, നെഗറ്റീവ് ടെർമിനൽ 2 ആയിരിക്കും, പോസിറ്റീവ് ടെർമിനൽ 3 ആയിരിക്കും. ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിൻ്റെ സർക്യൂട്ട് വരുന്നത്. ആ സർക്യൂട്ടിൻ്റെ അനാലിസിസ് ഇവിടെ കൊടുത്തിരിക്കുന്നു. നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ ഈസ് ഗ്രൗണ്ടഡ് വേറാസ് ഇൻപുട്ട് സിഗ്നൽ ഈസ് അപ്ലൈഡ് ഓൺ ടു ഇൻവേർട്ടിംഗ് ടെർമിനൽ ത്രൂ എ റെസിസ്റ്റർ Rin. അല്ലേ, നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ ഗ്രൗണ്ട് ചെയ്തിരിക്കുന്നു, എന്നാൽ ഇൻവേർട്ടിംഗ് ടെർമിനൽ Rin എന്ന് പറയുന്ന റെസിസ്റ്ററിലൂടെ നമ്മൾ ഇൻപുട്ട് സിഗ്നൽ കൊടുത്തിരിക്കുന്നു. ഹിയർ നെഗറ്റീവ് ഫീഡ്ബാക്ക് ഈസ് പ്രൊവൈഡഡ് ത്രൂ എ റെസിസ്റ്റർ RF എന്ന് പറയുന്ന റെസിസ്റ്ററിലൂടെയാണ് നമ്മൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുത്തിട്ടുള്ളത്. ഇനി നോക്കുക, ഇവിടെ നമ്മൾ ഒപ്പാമ്പിൻ്റെ പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞു. ഇൻപുട്ട് ഇംപിഡൻസ് ഈസ് വെരി ഹൈ, ഔട്ട്പുട്ട് ഇംപിഡൻസ് ഈസ് വെരി ലോ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ സർക്യൂട്ടിൻ്റെ ഇൻപുട്ട് ഇംപിഡൻസ്, നേരത്തെ നമ്മൾ ഒപ്പാമ്പിൻ്റെ ഇൻപുട്ട് ഇംപിഡൻസും ഔട്ട്പുട്ട് ഇംപിഡൻസും ആണ് പറഞ്ഞത്. പക്ഷേ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആയിട്ട് അത് യൂസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ട് ഇംപിഡൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് Rin ആയിരിക്കും. ഓക്കെ, ഇൻപുട്ട് ഇംപിഡൻസ്, ഹിയർ ഇൻപുട്ട് ഇംപിഡൻസ് ഈസ് Rin. ആ Rin എന്ന് പറയുന്നത് ഒപ്പാമ്പിൻ്റെ ഓപ്പൺ ലൂപ്പ് ഇൻപുട്ട് ഇംപിഡൻസിനേക്കാൾ, എന്തായാലും ഓപ്പൺ ലൂപ്പ് ഇൻപുട്ട് ഇംപിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീഡ്ബാക്ക് ഒന്നും കൊടുക്കാത്ത അല്ലെ ഒരു ഒപ്പാമ്പിൻ്റെ ഇൻപുട്ട് ഇംപിഡൻസിനെയാണ് നമ്മൾ എന്ത് പറയുക, ഓപ്പൺ ലൂപ്പ് ഇൻപുട്ട് ഇംപിഡൻസ് ഓഫ് ഒപ്പാമ്പ് എന്ന് പറയുക. ആ ഓപ്പൺ ലൂപ്പ് ഇൻപുട്ട് ഇംപിഡൻസിനേക്കാൾ ഓപ്പൺ ലൂപ്പ് ഇൻപുട്ട് ഇംപിഡൻസ് ഓഫ് ദ ഒപ്പാമ്പിനേക്കാൾ വളരെ കുറവായിരിക്കും Rin. ഓക്കെ, ഹിയർ ഇൻപുട്ട് ഇംപിഡൻസ് ഓഫ് ദ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ഈസ് Rin which is very much less than open loop input impedance of an op-amp. ഇനി ഔട്ട്പുട്ട് ഇംപിഡൻസ് നമ്മൾ പറഞ്ഞു വെരി ലോ എന്നാണ് പറഞ്ഞത്. ഇവിടെ ഒപ്പാമ്പിന് ഒരു ഔട്ട്പുട്ട് ഇംപിഡൻസ് ഉണ്ടായിരിക്കും. ആ ഔട്ട്പുട്ട് ഇംപിഡൻസിൻ്റെയും നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ള RF എന്ന് പറയുന്ന ഫീഡ്ബാക്ക് റെസിസ്റ്ററിൻ്റെയും ഒരു പാരലൽ കോമ്പിനേഷൻ ആയിരിക്കും ഔട്ട്പുട്ട് ഇംപിഡൻസ് ഓഫ് ദ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ എന്ന് പറയുന്നത്. അതായത് ഇവിടെ അത് സെറ്റ് ഔട്ട് ആണെന്ന് കരുതുക. ഓക്കെ, RF ആണെങ്കിൽ ഈ സെറ്റ് ഔട്ട് എന്ന് പറയുന്നത്
ഓപ്പൺ ലൂപ്പ് ഔട്ട്പുട്ട് ഇംപിഡൻസ് ഓഫ് ദ ഒപ്പാമ്പ് ആണ്, RF ഫീഡ്ബാക്ക് റെസിസ്റ്റൻസ് ആണ് എങ്കിൽ ഇവിടെ ഈ ഒരു സർക്യൂട്ടിൻ്റെ സെഡ് ഔട്ട് ഡാഷ് ഇസ് ഈക്വൽ ടു എത്ര വരിക? സെഡ് ഔട്ട് പാരലൽ RF എന്ന് വെച്ച് കഴിഞ്ഞാൽ സെഡ് ഔട്ട് RF ബൈ സെഡ് ഔട്ട് പ്ലസ് RF എന്നാണ് വരിക. ഓക്കെ, ഇതായിരിക്കും ഈ ഒരു ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് ഇംപിഡൻസ്. ഇവിടെ സെഡ് ഔട്ട് എന്ന് പറയുന്നത് എന്താണ്? ഒപ്പാമ്പിൻ്റെ മാത്രം ഔട്ട്പുട്ട് ഇംപിഡൻസ് ആണ്. ഈ സർക്യൂട്ടിൽ കണക്ട് ചെയ്യുമ്പോൾ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് ഇംപിഡൻസ് എന്ന് പറയുമ്പോൾ സെഡ് ഔട്ട് RF ബൈ സെഡ് ഔട്ട് പ്ലസ് RF ആണ്. ഓക്കെ, പാരലൽ കോമ്പിനേഷൻ ഓഫ് ദ ഫീഡ്ബാക്ക് റെസിസ്റ്റൻസ് ആൻഡ് ഔട്ട്പുട്ട് ഇംപിഡൻസ് ഓഫ് ദ ഒപ്പാമ്പ് ഓൺലി എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതാണ് സർക്യൂട്ട് അനാലിസിസ്, ഇൻപുട്ട് ഇംപിഡൻസ്, ഔട്ട്പുട്ട് ഇംപിഡൻസ് എന്നിവയെ കുറിച്ചിട്ട് മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മൾ ഇവിടെ ഗെയിൻ കണ്ടുപിടിക്കണം. അതായത് ഈ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിൻ്റെ വോൾട്ടേജ് ഗെയിൻ, അതാണ് ഇനി നമ്മൾ പറയുന്നത്. വോൾട്ടേജ് ഗെയിൻ ഓഫ് ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ. ഇവിടെ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിൻ്റെ സർക്യൂട്ട് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇൻപുട്ട് ഇംപിഡൻസ് ഓഫ് ദ ഒപ്പാമ്പ് ഈസ് ഐഡിയലി ഇൻഫിനൈറ്റ്, ഇറ്റ് ഈസ് വെരി ലാർജ്. ഇൻഫിനിറ്റി ഒക്കെയാണ് ഇൻപുട്ട് ഇംപിഡൻസ് ഓഫ് ഒപ്പാമ്പ്. അപ്പോൾ ഇൻഫിനൈറ്റ് ഇൻപുട്ട് ഇംപിഡൻസ് ഉണ്ടെങ്കിൽ അല്ലേ കറണ്ട് ഇതിനകത്തേക്ക് എൻട്രി ചെയ്യല്ല, ഒപ്പാമ്പിനകത്ത് എൻട്രി ചെയ്യാൻ കറണ്ടിന് സാധിക്കില്ല എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു കറണ്ട് ഉണ്ട്, ഇതാ ഈ ഇൻപുട്ട് സിഗ്നൽ കാരണം ഇവിടെ I എന്ന് പറയുന്ന ഒരു കറണ്ട് ഉണ്ട്. ആ കറണ്ട് ഒരിക്കലും ഒപ്പാമ്പിലേക്ക് കയറി പോവില്ല, നേരെ എന്ത് ചെയ്യും? ഇതങ്ങനെ കറണ്ട് ഒഴുകിയിട്ട് ഈ RFലൂടെ ആ കറണ്ടാണ്ട് ഒഴുകി പോവുക ചെയ്യുക. ഓക്കെ, ഒരിക്കലും ഒപ്പാമ്പിലേക്ക് പ്രവേശിക്കാൻ ആ കറണ്ടിന് സാധിക്കുന്നില്ല. നോക്കുക, അപ്പോൾ ഒപ്പാമ്പിലേക്ക് കറണ്ടിന് കയറാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് എപ്പോഴാണ് സീറോ ആവുക? വോൾട്ടേജ് സീറോ ആകുമ്പോൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവേർട്ടിംഗ് ടെർമിനലിൻ്റെയും നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിൻ്റെയും ഇടയിലുള്ള വോൾട്ടേജ് എത്രയാവണം? സീറോ ആവണം. അഥവാ ഇൻവേർട്ടിംഗ് ടെർമിനൽ ഒരു പോയിൻ്റാണ് എ എന്ന് പറയുന്ന പോയിന്റിൻ്റെയും നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിൻ്റെയും ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് അഥവാ വോൾട്ടേജ് സീറോ ആണ്. അപ്പോഴാണ് കറണ്ട് സീറോ ഉള്ളൂ. വോൾട്ടേജ് സീറോ ആകുമ്പോഴാണല്ലോ കറണ്ട് സീറോ ഉള്ളൂ. അപ്പോൾ ഇവർക്കിടയിലുള്ള വോൾട്ടേജ് സീറോ ആവണം. വോൾട്ടേജ് സീറോ ആണെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് സീറോ ആവണം. ഇവിടെ നോക്കുക, നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിൻ്റെ പൊട്ടൻഷ്യൽ എത്രയാണ്? അത് ഗ്രൗണ്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് സീറോ ആണ്. ഓക്കെ, അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് സീറോ ആവണമെങ്കിൽ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിൻ്റെ പൊട്ടൻഷ്യൽ സീറോ ആയ സ്ഥിതിക്ക് എ എന്ന് പറയുന്ന പോയിന്റിൻ്റെ പൊട്ടൻഷ്യലും എത്രയാവണം? സീറോ ആവണം. നാലാണ് 0 - 0 വരുള്ളൂ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലേ. അപ്പോൾ എ നമ്മൾ ഗ്രൗണ്ട് ചെയ്തിട്ടില്ലെങ്കിൽ കൂടി ആ എയുടെ പൊട്ടൻഷ്യൽ എത്രയായിട്ട് മാറുന്നു? സീറോ ആയിട്ട് മാറുന്നു. ഈ എന്ന് പറയുന്ന പോയിന്റ് അതുകൊണ്ട് തന്നെ പൊട്ടൻഷ്യൽ സീറോ സാധാരണ ഒരു പോയിന്റിനെ ഗ്രൗണ്ട് ചെയ്യുമ്പോഴാണ് ഉണ്ടാവുക അല്ലേ. ഇവിടെ ഗ്രൗണ്ട് ചെയ്യാതെ തന്നെ എ എന്ന് പറയുന്ന പോയിന്റിന്റെ പൊട്ടൻഷ്യൽ സീറോ ആയി മാറിയിരിക്കുന്നു. അപ്പോൾ എ എന്ന് പറയുന്ന പോയിന്റിനെ നമ്മൾ പറയുക വിർച്വൽ ഗ്രൗണ്ട്. റിയൽ ആയിട്ട് ഗ്രൗണ്ട് ചെയ്തിട്ടില്ലെങ്കിൽ കൂടി വിർച്വൽ ആയിട്ട് അതൊരു ഗ്രൗണ്ട് പോലെ ആക്ട് ചെയ്യുന്നത് കൊണ്ട് എ എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് വിർച്വൽ ഗ്രൗണ്ട് എന്ന് വിളിക്കാം. ഓക്കെ, ഇൻപുട്ട് ഇംപിഡൻസ് ഓഫ് ഒപ്പാമ്പ് ഈസ് വെരി ഹൈ, ഐഡിയലി ഇൻഫിനൈറ്റ്, ആൻഡ് സോ നോ കറണ്ട് ക്യാൻ എൻ്റർ ടു ദ ഒപ്പാമ്പ്. സോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ point A and non-inverting terminal is 0. Potential of non-inverting terminal is 0 because it is grounded. Okay. Therefore, potential at point A also must be 0. Hence, point A is known as virtual ground. അപ്പോൾ ഈ പോയിന്റ് എ നമ്മൾ എന്താ വിളിക്കുന്നത്? വിർച്വൽ ഗ്രൗണ്ട് എന്നാണ് വിളിക്കുന്നത്. അത് മനസ്സിലാക്കുക ആദ്യം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെ ആറിലൂടെ ഒഴുകുന്ന അതേ കറണ്ട് തന്നെയാണ് അല്ലേ ഇവിടെ RFലൂടെയും ഒഴുകുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, I എന്ന് പറയുന്ന കറണ്ട് തന്നെയാണ് RFലൂടെ ഒഴുകുന്നത്. കാരണം ആ കറണ്ടിന് ഒരിക്കലും ഈ ഇൻഫിനൈറ്റ് ഇൻപുട്ട് ഇംപിഡൻസ് ഉള്ള ഒപ്പാമ്പിനകത്തേക്ക് കയറാൻ സാധിക്കുന്നില്ല. ഇനി നമ്മൾ അപ്പോൾ ഈ R ഇന്നിലൂടെയുള്ള കറണ്ട് ആദ്യം കണ്ടുപിടിക്കുക. കറണ്ട് ത്രൂ R ഇൻ. കറണ്ട് നമ്മളിങ്ങനെ സാധാരണ കാണുക പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബൈ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണുക, ആറിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ള പൊട്ടൻഷ്യലുകളുടെ ഡിഫറൻസ് കാണുക. ആറിൻ്റെ അപ്പുറത്ത് പൊട്ടൻഷ്യൽ V ഇൻ ആണ് അല്ലേ, ഇവിടെയോ V ആണ്. അപ്പോൾ V ഇൻ മൈനസ് V ആണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അഥവാ വോൾട്ടേജ്. അതിനെ റെസിസ്റ്റൻസ് ആയിട്ടുള്ള R ഇൻ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കറണ്ട് കിട്ടും. അപ്പോൾ നോക്കുക, കറണ്ട് ത്രൂ R ഇൻ I is equal to V in minus VA by R in എന്നാണ് വരിക. V in minus VA by R in. പക്ഷെ നമ്മൾ പറഞ്ഞു A വിർച്വൽ ഗ്രൗണ്ട് ആയതുകൊണ്ട് തന്നെ VA 0 ആണ്. ഹെൻസ് I in is equal to, ഓക്കെ, അതായത് ഈ കറണ്ട് I എന്ന് പറയുന്നത് ഈ കറണ്ടാണ് കേട്ടോ. I in is equal to എത്ര വരിക? V in minus 0 by R in. V in by R in എന്ന് വരും. I in is equal to V in by R in. That is equation number 1 ആണ്. സെയിം കറണ്ട് വിൽ ബി ഫ്ലോഡ് ത്രൂ RF. അതേ കറണ്ടാണ് RFലൂടെ ഒഴുകുന്നത് അല്ലേ, കാരണം ഒപ്പാമ്പിനകത്തേക്ക് കയറുന്നില്ലല്ലോ. ബിക്കോസ് നോ കറണ്ട് ഈസ് ഫ്ലോഡ് ത്രൂ ഒപ്പാമ്പ്. അപ്പോൾ കറണ്ട് ത്രൂ RF നമ്മൾ കാണുകയാണ്. RF കാണണമെങ്കിൽ ഇതേപോലെ തന്നെ രണ്ട് എൻഡിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ നമ്മൾ എന്ത് ചെയ്യുക? റെസിസ്റ്റൻസ് ആയിട്ടുള്ള RF കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഇവിടെ പൊട്ടൻഷ്യൽ VA ആണ്, ഇവിടെ V ഔട്ട് ആണ്. അപ്പോൾ VA മൈനസ് V ഔട്ട് ബൈ
ആർ എഫ് അല്ലേ, വി എ മൈനസ് വി ഔട്ട് ബൈ ആർ എഫ് അതാ വരിക, വി എ മൈനസ് വി ഔട്ട് ബൈ ആർ എഫ്, വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് അതാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ വി എ 0 ആണല്ലോ വിർച്വൽ ഗ്രൗണ്ട് ആയതുകൊണ്ട്, അപ്പോൾ ഹെൻസ് ഐ ഇൻ ഇസ് ഈക്വൽ ടു മൈനസ് വി ഔട്ട് ബൈ ആർ എഫ് എന്ന് വരും അല്ലേ. നോക്കുക, ആ രണ്ട് കറണ്ടും സെയിം ആണ്. അപ്പോൾ ഇവിടെ ആദ്യത്തെ ഇത് വെച്ചിട്ട് നമുക്ക് ഐ ഇൻ ഇസ് ഈക്വൽ ടു വി ഇൻ ബൈ ആർ എന്ന് എഴുതാം, രണ്ടാമത്തേൽ ഐ ഇൻ ഇസ് ഈക്വൽ ടു മൈനസ് വി ഔട്ട് ബൈ ആർ എഫ് എന്ന് എഴുതാം അല്ലേ. ഇക്വേഷൻ 1 ഇക്വേഷൻ 2 രണ്ടും കൂടി കമ്പയർ ചെയ്യുകയാണ്. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക നോക്ക്, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സെയിമാ, അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡും എന്തായിരിക്കണം, സെയിം ആവണം. വി ഇൻ ബൈ ആർ ഇൻ ഇസ് ഈക്വൽ ടു അല്ലേ, വി ഇൻ ബൈ ആർ ഇൻ ഇസ് ഈക്വൽ ടു മൈനസ് വി ഔട്ട് ബൈ ആർ എഫ് എന്ന് കിട്ടും അല്ലേ. കമ്പയറിംഗ് ഇക്വേഷൻസ് 1 and 2 വി ഗെറ്റ് വി ഇൻ ബൈ ആർ ഇൻ ഇസ് ഈക്വൽ ടു മൈനസ് വി ഔട്ട് ബൈ ആർ എഫ്. ഇതിനൊന്ന് അറേഞ്ച് ചെയ്യുക. ഞാൻ എന്ത് ചെയ്യാന്നറിയോ, ഈ വീനിനെ അങ്ങോട്ട് കൊണ്ടുപോവുക, ഈ മൈനസ് 1 ബൈ ആർ എഫിനെ ഇങ്ങോട്ടും കൊണ്ടുവരികയാണ്. അപ്പോൾ എന്തായിട്ട് മാറും, വി ഔട്ട് ബൈ വി ഇൻ ഇസ് ഈക്വൽ ടു മൈനസ് ആർ എഫ് ബൈ ആർ ഇൻ എന്നായിട്ട് മാറും ഇക്വേഷൻ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ. വി ഔട്ട് ബൈ വി ഇൻ ഇസ് ഈക്വൽ ടു മൈനസ് ആർ എഫ് ബൈ ആർ ഇൻ. വി ഔട്ട് ബൈ വി എന്ന് പറയുന്നത് എന്താണ്, ഔട്ട്പുട്ട് വോൾട്ടേജ് ടു ഇൻപുട്ട് വോൾട്ടേജ് റേഷ്യോ, അതാണ് എന്ത്, വോൾട്ടേജ് ഗെയിൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ വി ഔട്ട് ബൈ വി ഇൻ ഇസ് ഈക്വൽ ടു മൈനസ് ആർ എഫ് ബൈ ആർ ഇൻ, ഇറ്റ് ഈസ് ദ വോൾട്ടേജ് ഗെയിൻ ഓഫ് ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ അല്ലേ. അപ്പോൾ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിന്റെ വോൾട്ടേജ് ഗെയിൻ കാണുന്നതിനുള്ള എക്സ്പ്രഷൻ ശ്രദ്ധിക്കുക. വി ഔട്ട് ബൈ വി ഇൻ ഇസ് ഈക്വൽ ടു മൈനസ് ആർ എഫ് ബൈ ആർ ഇൻ. ആർ എഫ് എന്താണ്, ഫീഡ്ബാക്ക് റെസിസ്റ്റൻസ് ആണ്. ആർ ഇൻ എന്താണ്, ഇൻപുട്ട് റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പോൾ മൈനസ് ആർ എഫ് ബൈ ആർ ഇൻ ആണ്. അപ്പോൾ ഈ ഒരു റിലേഷനിൽ നിന്ന് നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് മനസ്സിലാവുന്നത്. ഒന്നാമത്തെ കാര്യം, ഇവിടെ വോൾട്ടേജ് ഗെയിൻ ഓഫ് ദ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ഓൺലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ വാല്യൂസ് ഓഫ് ദ റെസിസ്റ്റേഴ്സ് ആർ എഫ് ആൻഡ് ആർ ഇൻ. ആർ എഫ് ആർ ഇൻ എന്ന് പറയുന്ന ആ റെസിസ്റ്റേഴ്സിന്റെ റെസിസ്റ്റൻസുകൾ മാത്രമാണ് എന്ത് ചെയ്യുന്നുള്ളൂ, വോൾട്ടേജ് ഗെയിൻ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓൺ ദ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഇംപിഡൻസ് ഓഫ് ദ ഒപ്പാമ്പ്. ഒപ്പാമ്പിന്റെ ഇൻപുട്ട് ഇംപിഡൻസിനെയും ഔട്ട്പുട്ട് ഇംപിഡൻസിനെയും അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് വലിയ ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു പോയിന്റ് ആണ്. നോക്കുക, വോൾട്ടേജ് ഗെയിൻ ഓഫ് ദ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ഈസ് ഇൻഡിപെൻഡന്റ് ഓൺ ദ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഇംപിഡൻസ് ഓഫ് ദ ഒപ്പാമ്പ്, ബട്ട് ഇറ്റ് ഓൺലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ വാല്യൂസ് ഓഫ് റെസിസ്റ്റൻസ് ആർ എഫ് ആൻഡ് ആർ ഇൻ. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഈ ആർ എഫ് സീക്വൽ ടു ആർ ഇൻ സെറ്റ് ചെയ്യാം അല്ലെ. ആർ എഫ് സീക്വൽ ടു ആർ ഇൻ ആവുന്ന സമയത്ത് ഈ വോൾട്ടേജ് ഗെയിൻ എത്രയാവും, -1 എന്ന് വരും അല്ലേ, മൈനസ് ആർ എഫ് ബൈ ആർ എഫ് എന്ന് വരും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു -1 എന്ന് വരും അല്ലേ. അപ്പോൾ അതായത് -1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് മാത്രമേ ഇൻട്രൊഡ്യൂസ് ചെയ്യുള്ളൂ, ആംപ്ലിഫൈ ചെയ്യില്ല. അതാണ് ഗെയിൻ ഒന്നാവുക എന്ന് പറയുമ്പോൾ വി ഔട്ട് ബൈ വി ഇൻ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വി ഔട്ട് ഇസ് ഈക്വൽ ടു വി എൻ ആണ് അല്ലേ. അതായത് പിന്നെ സിഗ്നൽ ഈസ് നോട്ട് ആംപ്ലിഫൈഡ് ബട്ട് ദ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് വിൽ ബി ഇൻട്രൊഡ്യൂസ്ഡ്. ഓക്കെ, അതായത് യൂണിറ്റ് ഗെയിൻ ഉള്ള ഗെയിൻ എത്രയാണ്, യൂണിറ്റ് അല്ലേ, യൂണിറ്റ് ഗെയിനും 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റും ഉള്ള ഒരു ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ അല്ലേ ഉണ്ടാക്കുന്ന ഒരു ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ഉണ്ടാക്കാൻ എന്ത് ചെയ്താൽ മതി, ആർ എഫ് ഇസ് ഈക്വൽ ടു ആർ ഇൻ അല്ലേ. ഇഫ് വി ടേക്ക് ആർ എഫ് ഇസ് ഈക്വൽ ടു ആർ ഇൻ, വി വിൽ get an inverting amplifier having unit gain but introduce 180 degree phase shift. അങ്ങനത്തെ സർക്യൂട്ട് ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി വേണമെങ്കിൽ ഈ ആർ എഫ് ആർ എന്നിൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് അല്ലേ, ഡിഫറെൻറ്റ് ഗെയിൻസ്, ഇപ്പോൾ ആർ എഫ് 2 ആർ എൻ ആണെങ്കിൽ അല്ലേ നമുക്ക് ഗെയിൻ എത്ര കിട്ടുക, 2 ആണ് കിട്ടുക. 3 ആർ എൻ ആണെങ്കിൽ നമുക്ക് ഗെയിൻ എത്ര കിട്ടുക, 3 ആണ് കിട്ടുക അല്ലേ. അങ്ങനെ ഏത് ഗെയിനുള്ള ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ നമുക്ക് വേണമെങ്കിൽ ഡിസൈൻ ചെയ്യാം എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ആ ഫീച്ചേഴ്സൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വോൾട്ടേജ് ഗെയിൻ ഓഫ് ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ, ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണ്. നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒപ്പാമ്പ് സർക്യൂട്ടാണ്. അപ്പോൾ അതിൽ നമ്മൾ ഇൻപുട്ട് സിഗ്നൽ കൊടുക്കുക നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലായിരിക്കും. ഇൻവേർട്ടിംഗ് ടെർമിനലൊക്കെ നമ്മൾ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിൽ ഇൻപുട്ട് സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ ഒപ്പാമ്പ് അതിനെ ആംപ്ലിഫൈ ചെയ്യും, എന്നാൽ ഫേസ് ഷിഫ്റ്റ് ഒന്നും തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യില്ല. ഓക്കെ, ഒപ്പാമ്പ് സർക്യൂട്ട് വിച്ച് ക്യാൻ ആംപ്ലിഫൈ ദ സിഗ്നൽ ഗിവൺ ടു ദ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ ബട്ട് വിത്തൗട്ട് എനി ഫേസ് ഷിഫ്റ്റ്. ഓക്കെ, ഒരു ഫേസ് ഷിഫ്റ്റ് ഇൻട്രൊഡ്യൂസ് ഇല്ല. നേരത്തെ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിൽ. നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിൽ ആംപ്ലിഫൈ ചെയ്യും, പക്ഷേ ഫേസ് ഷിഫ്റ്റ് ഒന്നും തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യില്ല. നമ്മൾ സിഗ്നൽ കൊടുക്കുന്നത് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലാണ്. നേരത്തെ നമ്മൾ ഇൻവേർട്ടിംഗ് ടെർമിനലിലാണ് സിഗ്നൽ അപ്ലൈ ചെയ്തത്. ഓക്കെ, നോക്കുക, നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ഇറ്റ് ഈസ് എ സർക്യൂട്ട് ഡിസൈൻഡ് യൂസിങ് ഒപ്പാമ്പ് വിച്ച് ക്യാൻ ആംപ്ലിഫൈ ദ ഇൻപുട്ട് സിഗ്നൽ അപ്ലൈഡ് ഓൺ ദ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ ബട്ട് വിത്തൗട്ട് എനി ഫേസ് ഷിഫ്റ്റ്. ഒരു ഫേസ് ഷിഫ്റ്റും ഇല്ലാതെ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിൽ അപ്ലൈ ചെയ്തിട്ടുള്ള ഇൻപുട്ട് സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യാൻ മാത്രം സാധിക്കുന്ന ഒപ്പാമ്പ് സർക്യൂട്ടാണ്
നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ. അതിൻ്റെ സർക്യൂട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. നേരത്തെ നമ്മൾ നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിനെ ഗ്രൗണ്ട് ചെയ്തിരിക്കുകയായിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ സിഗ്നൽ അപ്ലൈ ചെയ്യുന്നത്, അല്ലേ, നമ്മൾ ആംപ്ലിഫൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സിഗ്നൽ അപ്ലൈ ചെയ്യുന്നത് നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിലാണ് എന്ന് കാണാം. ഇൻവെർട്ടിംഗ് ടെർമിനലാവട്ടെ ഇറ്റ് ഈസ് ഗ്രൗണ്ടഡ് ഡയറക്ട്ലി ത്രൂ ആറിൻ എന്ന് പറയുന്ന റെസിസ്റ്ററിലൂടെ അതെന്ത് ചെയ്തിരിക്കുകയാണ്, ഗ്രൗണ്ട് ചെയ്തിരിക്കുകയാണ്. നേരത്തെ ഇവിടെയായിരുന്നു നമ്മൾ വീന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതാണ് വ്യത്യാസം. നേരത്തെ പോലെ തന്നെ ഫീഡ്ബാക്ക്, നെഗറ്റീവ് ഫീഡ്ബാക്ക് ആർ എഫിലൂടെ നമ്മൾ ഇവിടെയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇൻപുട്ട് സിഗ്നൽ ഈസ് അപ്ലൈഡ് ഓൺ നോൺ ഇൻവെർട്ടിംഗ് ടെർമിനൽ ഹിയർ. സർക്യൂട്ട് അനാലിസിസ് ആണ് പറയുന്നത്. ഇൻപുട്ട് സിഗ്നൽ ഈസ് അപ്ലൈഡ് ഓൺ നോൺ ഇൻവെർട്ടിംഗ് ടെർമിനൽ പ്ലസ് അല്ലേ. നെഗറ്റീവ് ഫീഡ്ബാക്ക് ഈസ് പ്രൊവൈഡഡ് ത്രൂ ആർ എഫ്. നെഗറ്റീവ് ഫീഡ്ബാക്ക് ആർ എഫിലൂടെ കൊടുത്തിരിക്കുന്നു. ഇൻവെർട്ടിംഗ് ടെർമിനൽ ഈസ് ഗ്രൗണ്ടഡ് ത്രൂ റെസിസ്റ്റർ ആറിൻ, അല്ലേ, ഇൻവെർട്ടിംഗ് ടെർമിനൽ ഗ്രൗണ്ട് ചെയ്തിരിക്കുന്നു ആറിനിലൂടെ. അതാണ് സർക്യൂട്ട് അനാലിസിസ് പറയാനുള്ളത്. ഇനി നമുക്ക് നേരത്തെ പോലെ തന്നെ ഇതിൻ്റെ ഗെയിൻ എത്രയാണ്, നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയറിൻ്റെ വോൾട്ടേജ് ഗെയിൻ കാണുന്നതിന് ഒരു എക്സ്പ്രഷൻ ഉണ്ടാക്കിയെടുക്കണം. നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയറിൻ്റെ ഗെയിൻ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ നമ്മൾ നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലാണ് സിഗ്നൽ അപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് വി ഇൻ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഒപ്പാമ്പിന് ഇൻഫിനൈറ്റ് ഇൻപുട്ട് ഇമ്പിഡൻസ് ഒക്കെയാണ്. അപ്പോൾ ഒപ്പാമ്പിനകത്തേക്ക് കറണ്ടിന് എൻ്റർ ചെയ്യാൻ സാധിക്കില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ IN എന്ന് പറയുന്ന കറണ്ട് ഈ ഒപ്പാമ്പിൽ ഒഴുകാതെ നേരെ എന്ത് ചെയ്യുന്നു, ഈ RF-ലൂടെ ഒഴുകുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും ഈ ഒപ്പാമ്പിലേക്ക് എൻ്റർ ചെയ്യാൻ കറണ്ടിന് സാധിക്കില്ല, കാരണം ഇൻപുട്ട് ഇമ്പിഡൻസ് വെരി ഹൈ ആണ്. അപ്പോൾ കറണ്ട് എൻ്റർ ടു ദ ഒപ്പാമ്പ് 0 ആയതുകൊണ്ട് തന്നെ ഈ എ എന്ന് പറയുന്ന പോയിന്റ്, അതായത് ഇൻവെർട്ടിംഗ് ടെർമിനലിലെ എ എന്ന് പറയുന്ന പോയിന്റിൻ്റെയും നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിൻ്റെയും ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 ആവണം. ഇവിടെ നോക്ക്, നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിൻ്റെ പൊട്ടൻഷ്യൽ വി ഇൻ ആണെങ്കിൽ ഇവിടെ VA, അതായത് എ എന്ന് പറയുന്ന പോയിന്റിലെ പൊട്ടൻഷ്യൽ വി ഇൻ തന്നെ ആയാലാണ് വി ഇൻ മൈനസ് വി ഇൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താവുള്ളൂ, 0 ആവുള്ളൂ. അപ്പോൾ എ എന്ന് പറയുന്ന പോയിന്റിൻ്റെ പൊട്ടൻഷ്യൽ ഇവിടെ എത്രയായിട്ട് മാറും, വി ഇൻ ആയിട്ട് മാറും. ഓക്കെ, നേരത്തെ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയറിൽ എ വിർച്വൽ ഗ്രൗണ്ട് ആയിട്ട് ബിഹേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ അങ്ങനെയല്ല, എയുടെ പൊട്ടൻഷ്യൽ വി ഇൻ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ എയുടെ പൊട്ടൻഷ്യൽ VA നമ്മൾ കണ്ടെത്തി. വി ഇൻ നോക്കുക, വോൾട്ടേജ് ഗെയിൻ ഓഫ് നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ. നോ കറണ്ട് ക്യാൻ എൻ്റർ ഇൻ ടു ഒപ്പാമ്പ് ബിക്കോസ് ഓഫ് ദ വെരി ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസ് ഓഫ് ദ ഒപ്പാമ്പ്. സോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ പോയിന്റ് എ ആൻഡ് നോൺ ഇൻവെർട്ടിംഗ് ടെർമിനൽ മസ്റ്റ് ബി 0. നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിൻ്റെയും എ എന്ന് പറയുന്ന പോയിന്റിൻ്റെയും പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 ആവണം. കാരണം പൊട്ടൻഷ്യൽ ഡിഫറൻസ് വോൾട്ടേജ് 0 ആകുമ്പോഴാണ് കറണ്ട് 0 ആവുന്നുള്ളൂ. അതാണ് പൊട്ടൻഷ്യൽ അറ്റ് നോൺ ഇൻവെർട്ടിംഗ് ടെർമിനൽ വി ഇൻ. അപ്പോൾ ഡിഫറൻസ് 0 ആവണമെങ്കിൽ VAയും എത്രയാവണം, വി ഇൻ ആവണം. എന്നാലാണ് വി ഇൻ മൈനസ് വി ഇൻ 0 കിട്ടുള്ളൂ, അല്ലേ. പൊട്ടൻഷ്യൽ അറ്റ് നോൺ ഇൻവെർട്ടിംഗ് ടെർമിനൽ ഈസ് വി ഇൻ ഹിയർ. ഹെൻസ് പൊട്ടൻഷ്യൽ അറ്റ് പോയിന്റ് എ VA ഇസ് ഈക്വൽ ടു വി ഇൻ ആൾസോ. VAയും വി ഇൻ ആയിരിക്കും എന്നുള്ളതാണ്. ഇനി നമ്മൾ നേരത്തെ പോലെ തന്നെ ആറിനിലൂടെയുള്ള കറണ്ടും RF-ലൂടെയുള്ള കറണ്ടും രണ്ടും സെയിം ആയിരിക്കും, അല്ലേ. ഈ IN എന്ന് പറയുന്ന കറണ്ട് ഒന്നും തന്നെ ഒപ്പാമ്പിലേക്ക് പോകാത്തത് കൊണ്ട് എന്ത് ചെയ്യും, നേരെ RF-ലൂടെയുള്ള കറണ്ടും എത്ര തന്നെയായിരിക്കും, IN തന്നെയായിരിക്കും. അപ്പോൾ ഈ ആറിനിലൂടെയുള്ള കറണ്ട് RF-ലൂടെയുള്ള കറണ്ടും സെയിം ആണ്. ആ ഒരു കൺസെപ്റ്റ് വെച്ചുകൊണ്ട് നമുക്ക് വോൾട്ടേജ് ഗെയിൻ കണ്ടുപിടിക്കാൻ പറ്റും. കറണ്ട് ത്രൂ ആറിൻ ഞാൻ ആദ്യം കാണുകയാണ്. അതിനെ നമുക്ക് IN എന്ന് കൊടുക്കാം. എന്താണ്, രണ്ട് എൻഡുകളുടെയും ആറിൻ്റെ രണ്ട് എൻഡുകളിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് മീൻസ് വോൾട്ടേജ് ബൈ ആറിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് IN കിട്ടും, അല്ലേ. അപ്പോൾ ഇവിടെ ഈ എൻഡിൽ പൊട്ടൻഷ്യൽ എത്രയാണ്, ഗ്രൗണ്ട് ചെയ്തിരിക്കുക. അപ്പോൾ 0 ആണ്. ഇവിടെയോ VA ആണ്, അല്ലേ. എയിലെ പൊട്ടൻഷ്യൽ VA ആണ്. അപ്പോൾ 0 മൈനസ് VA ബൈ ആറിൻ. അതാണ് കറണ്ട് ത്രൂ ആറിൻ. IN ഇസ് ഈക്വൽ ടു 0 മൈനസ് VA പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബൈ റെസിസ്റ്റൻസ് ആറിൻ. ഇനി VA എന്ന് പറയുന്നത് വി ഇൻ ആണ് നമ്മൾ പറഞ്ഞു, അല്ലേ. അപ്പോൾ VAയുടെ സ്ഥാനത്ത് വി ഇൻ കൊടുക്കാം. അപ്പോൾ IN ഇസ് ഈക്വൽ ടു 0 മൈനസ് വി ഇൻ ബൈ ആറിൻ എന്ന് കിട്ടും. മീൻസ് IN ഇസ് ഈക്വൽ ടു മൈനസ് വി ഇൻ ബൈ ആറിൻ. ദാറ്റ് ഈസ് കറണ്ട് ത്രൂ ആർ ഇൻ. ഇനി കറണ്ട് ത്രൂ RFും എത്ര തന്നെയാണ്, ആറിൻ തന്നെയാണ്. കാരണം ഇൻപുട്ട് ഇമ്പിഡൻസ് ഇൻഫിനിറ്റി ആണ്, ഒപ്പാമ്പിലൂടെ കറണ്ട് പോകുന്നില്ല എന്നുള്ളത് കൊണ്ട്, അല്ലേ. കറണ്ട് ത്രൂ RF ഇസ് ഈക്വൽ ടു കറണ്ട് ത്രൂ ആറിൻ. നോ കറണ്ട് ഫ്ലോ ത്രൂ ഒപ്പാമ്പ് ഡ്യൂ ടു ഇൻഫിനൈറ്റ് ഇൻപുട്ട് ഇമ്പിഡൻസ്. അപ്പോൾ കറണ്ട് ത്രൂ RF നമുക്ക് എന്ത് തന്നെ കൊടുക്കാം, IN എന്ന് തന്നെ കൊടുക്കാൻ പറ്റും. ആ IN നമ്മൾ കണ്ടുപിടിക്കുന്നു. നേരത്തെ പോലെ തന്നെ രണ്ട് എൻഡുകളുടെയും പൊട്ടൻഷ്യലുകളുടെ ഡിഫറൻസ് ബൈ റെസിസ്റ്റൻസ് ചെയ്താൽ മതി. ഇവിടെ പൊട്ടൻഷ്യൽ എത്രയാണ്, VA ആണ്. ഇവിടെ പൊട്ടൻഷ്യൽ എത്രയാണ്, V ഔട്ട് ആണ്, അല്ലേ. ഈ എൻഡിൽ V ഔട്ട് ബൈ RF. VA മൈനസ് V ഔട്ട് ബൈ RF. VAയുടെ സ്ഥാനത്ത് V ഇൻ കൊടുത്തു. അപ്പോൾ IN ഇസ് ഈക്വൽ ടു V ഇൻ മൈനസ് V ഔട്ട് ബൈ RF എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ 1ൻ്റെയും ഇക്വേഷൻ 2ൻ്റെയും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് IN ആണ്. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് കമ്പയറിംഗ് 1 and 2 വി ഗെറ്റ് മൈനസ് വി ഇൻ ബൈ ആറിൻ എന്ന് പറയുന്നത് വി ഇൻ മൈനസ് വി ഔട്ട് ബൈ RF ആയിരിക്കും, അല്ലേ. ഞാൻ എന്ത് ചെയ്യാന്നറിയോ, ഈ മൈനസ് വി ഔട്ട് ബൈ RFനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവന്നിട്ട് മൈനസ് വി ഇൻ ബൈ ആറിനെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഇപ്പോൾ എന്തായി, മൈനസ് വി ഔട്ട് ബൈ RF ഇങ്ങോട്ട് വരുമ്പോൾ വി ഔട്ട് ബൈ RF ആയി. ദാറ്റ് ഈസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിലോ
വി ഇൻ ബൈ ആർ എഫ് പ്ലസ് വി ഇൻ ബൈ ആർ ഇൻ എന്ന് വരും അല്ലേ. രണ്ട് ടേമിലും വി ഇന് കോമൺ ആണ്, ക്യാൻ ബി ടേക്കൺ ഔട്ട് സൈഡ്. ബാക്കി എന്താ ഉള്ളത്? 1 ബൈ ആർ ഇൻ പ്ലസ് 1 ബൈ ആർ എഫ് ആയിരിക്കും. വി ഇൻ ബൈ ആർ ഇൻ പ്ലസ് വി ഇൻ ബൈ ആർ എഫ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ വി ഇന് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ വി ഇൻ ഇൻറ്റു 1 ബൈ ആർ ഇൻ പ്ലസ് 1 ബൈ ആർ എഫ് ആയിട്ട് മാറും. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യാന്ന് പറയും, വി ഇന്നിനെ അങ്ങോട്ട് കൊണ്ടുവരിക, ആർ എഫിനെ അങ്ങോട്ട് കൊണ്ടുപോകുക. അപ്പോൾ എന്ത് വരും? വി ഔട്ട് ബൈ വി ഇൻ ഇസ് ഈക്വൽ ടു ആർ എഫ് ഇൻറ്റു 1 ബൈ ആർ ഇൻ. ആർ എഫ് ഇൻറ്റു 1 ബൈ ആർ ഇൻ എത്രയാണ്? ആർ എഫ് ബൈ ആർ ആണ് പ്ലസ് ആർ എഫ് ഇൻറ്റു 1 ബൈ ആർ എഫ്. ആർ എഫും കട്ട് ചെയ്തിട്ട് എന്താവും? 1 ആവും അല്ലേ. അപ്പോൾ എന്താ വരിക? വി ഔട്ട് ബൈ വി ഇൻ ഇസ് ഈക്വൽ ടു 1 പ്ലസ് ആർ എഫ് ബൈ ആർ ഇൻ. ഇതാണ് എന്ത്? വോൾട്ടേജ് ഗെയിൻ ഓഫ് നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ. നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയറിന്റെ വോൾട്ടേജ് ഗെയിനുള്ള എക്സ്പ്രഷൻ ആണ് വി ഔട്ട് ബൈ വി ഇൻ ഇസ് ഈക്വൽ ടു 1 പ്ലസ് ആർ എഫ് ബൈ ആർ ഇൻ. ഇൻവെർട്ടിംഗ് ആംപ്ലിഫയറിൽ നമ്മൾ വോൾട്ടേജ് ഗെയിനുള്ള എക്സ്പ്രഷൻ മൈനസ് ആർ എഫ് ബൈ ആറിനാണ് കിട്ടിയത്. നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിൽ 1 പ്ലസ് ആർ എഫ് ബൈ ആറിനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയറിൽ ഗെയിൻ നെഗറ്റീവ് ആയിട്ടാണ് കിട്ടുന്നത്. എന്തുകൊണ്ടാണ് നെഗറ്റീവ് ആയിട്ട് കിട്ടുന്നത്? അവിടെ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഗെയിന് നെഗറ്റീവ് ആയിട്ട് വന്നത്. ഇവിടെ നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയറിന്റെ കേസിൽ ഗെയിൻ പോസിറ്റീവ് ആയിട്ടാണ് കിട്ടുന്നത്, ബിക്കോസ് നോ ഫേസ് ഷിഫ്റ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഹിയർ. ഇവിടെ നമ്മൾ നോക്ക് കൊടുക്കുന്ന ഇൻപുട്ട് സിഗ്നൽ ഇതാ അല്ലേ, ക്രസ്റ്റ് ട്രഫ് ക്രസ്റ്റ് ട്രഫ്. ഇവിടെ ഔട്ട്പുട്ട് സിഗ്നൽ നോക്കി ആംപ്ലിഫൈ ചെയ്യുന്നുണ്ട്, ആംപ്ലിറ്റ്യൂഡ് കൂടുന്നുണ്ട്, പക്ഷേ അവിടെ ഫേസ് ഷിഫ്റ്റ് ഒന്നും തന്നെ ഉണ്ടാവുന്നില്ല. ഫേസ് ഷിഫ്റ്റ് 0 ആണ് അല്ലേ. ആദ്യം ക്രസ്റ്റ് തന്നെയാണ് വരുന്നത്, പിന്നെ ട്രഫ് തന്നെയാണ് വരുന്നത്, നേരത്തെ പോലെയല്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഫേസ് ഷിഫ്റ്റ് ഒന്നും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ ഗെയിനിന്റെ എക്സ്പ്രഷൻ പോസിറ്റീവ് ആയിട്ട് വന്നത്. ഓക്കെ, ഹിയർ പോസിറ്റീവ് gain is because of no phase shift is introduced in the case of non-inverting amplifier. In the case of inverting amplifier, gain is negative minus RF by Rin because 180 degree phase shift is introduced there. Okay, ഇനി ഇവിടെ നേരത്തെ പോലെ തന്നെ നോക്കുക, ഗെയിൻ എന്ന് പറയുന്നത് RF Rin വാല്യൂകളെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലേ. ഗെയിൻ only depends upon the values RF and Rin independent on the input and output impedance of the op amp. നമ്മൾ നേരത്തെ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയറിൽ പറഞ്ഞതുപോലെ തന്നെയാണ്. പിന്നെ ഇവിടെ ഗെയിൻ നോക്കി നോക്ക്, ഇൻവെർട്ടിംഗ് ആംപ്ലിഫയറിന്റെ ഗെയിൻ മൈനസ് ആർ എഫ് ബൈ ആറിനാണ്. അതിനകത്ത് സൈൻ ഒഴിവാക്കി കഴിഞ്ഞാൽ ആർ എഫ് ബൈ ആറിനാണ്. ഇവിടെ 1 പ്ലസ് ആർ എഫ് ബൈ ആറിനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതായിരിക്കും കൂടുതൽ? നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയറിന്റെ ഗെയിന് ഇൻവെർട്ടിംഗ് ആംപ്ലിഫയറിനേക്കാൾ 1 കൂടുതലായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇൻവെർട്ടിംഗ് ആംപ്ലിഫയറിന്റെ ഗെയിൻ 50 ആണെന്ന് കരുതുക, 50 ആണെന്ന് കരുതുക. നോൺ ഇൻവെർട്ടിംഗ്, അപ്പോൾ അതായത് ആർ എഫ് ബൈ ആറിനാണ് അവിടെ 50, മൈനസ് 50 ആണ്, അത് 50. ഓക്കെ, ഇവിടെ നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയറിന്റെ കേസിൽ എത്ര ഇരിക്കും? 1 പ്ലസ് 50 എത്ര വരിക? 51 എന്ന് വരും. അതായത് ഇൻവെർട്ടിംഗ് ആംപ്ലിഫയറിനേക്കാൾ കൂടുതലാണ് നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയറിന്റെ ഗെയിൻ. ഗെയിൻ ഓഫ് നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ ഈസ് ഗ്രേറ്റർ ദാൻ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ ബൈ 1. ഓക്കെ, 50 ആണെങ്കിൽ 51, 100 ആണെങ്കിൽ 101, അങ്ങനെ ആ രീതിയിലാണ് വരുന്നത് എന്ന് മനസ്സിലാക്കുക. ഇനി നോക്കുക, ഇവിടെ നമുക്ക് ആർ എഫ് 0 ആണെന്ന് കരുതുക. ആർ എഫ് നമ്മൾ 0 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അല്ലേ, ആർ എഫ്, അതായത് ആർ എഫ് ഇവിടെ നമ്മൾ കണക്ട് ചെയ്തിട്ടില്ല എന്ന് കരുതുക. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? വി ഔട്ട് ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. അതായത് യൂണിറ്റ് ഗെയിൻ നമുക്ക് ഇവിടെ കിട്ടും എന്നുള്ളത്. നേരത്തെ ആർ എഫ് ഇസ് ഈക്വൽ ടു ആറിൻ ആയിട്ട് എടുക്കുമ്പോഴാണ് ഇൻവെർട്ടിംഗ് ആംപ്ലിഫയറിന്റെ കേസിൽ ഗെയിൻ 1 കിട്ടിയിട്ടുണ്ടായിരുന്നത്, യൂണിറ്റ് കിട്ടുന്നുണ്ടായിരുന്നു. യൂണിറ്റ് ഗെയിൻ ഈസ് ഒബ്റ്റെയിൻഡ് if we take RF is equal to Rin in the case of inverting amplifier. But in non-inverting amplifier, RF should be 0 or no resistance, no feedback resistor will be connected for obtaining unit gain. Unit gain കിട്ടാൻ RF 0 ആവണം, അല്ലെങ്കിൽ ഒരു റെസിസ്റ്ററും ഫീഡ്ബാക്ക് റെസിസ്റ്റർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത്രയുമാണ് നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ റിലേറ്റഡ് ആയിട്ട് പറയാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വോൾട്ടേജ് ഫോളോ ഓവർ. വോൾട്ടേജ് ഫോളോ ഓവറിൻ്റെ പ്രത്യേകത, നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് സിഗ്നൽ, നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിലാണ് നമ്മൾ ഇൻപുട്ട് സിഗ്നൽ കൊടുക്കുക, അതേ ഇൻപുട്ട് സിഗ്നൽ തന്നെയാണ് നമുക്ക് ഔട്ട്പുട്ടിൽ ലഭിക്കുക. ഫേസ് ഷിഫ്റ്റും ഉണ്ടാവില്ല, ആംപ്ലിഫിക്കേഷനും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒപ്പ് ആംപ് സർക്യൂട്ടുകളെയാണ് നമ്മൾ വോൾട്ടേജ് ഫോളോ ഓവർ എന്ന് പറയുക. അതായത് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇൻപുട്ടിനെ ജസ്റ്റ് ഫോളോ ചെയ്യുകയാണ് ചെയ്യുന്നത്, ആംപ്ലിഫിക്കേഷനും ഇല്ല, ഫേസ് ഷിഫ്റ്റും ഇല്ല. അങ്ങനെയുള്ള സർക്യൂട്ടാണ്. അങ്ങനെയുള്ള ഒരു സർക്യൂട്ട് കൊണ്ട് എന്താണ് ഗുണം എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ വോൾട്ടേജ് ഫോളോ ഓവർ ഒപ്പ് ആംപ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഒപ്പ് ആംപിൻ്റെ ഇൻപുട്ട് ഇമ്പിഡൻസ് ഇൻഫിനൈറ്റ് ആണ്, ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ലോ ആണ്. അപ്പോൾ നമുക്ക് ഈ വോൾട്ടേജ് ഫോളോ ഓവർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ഹൈ റെസിസ്റ്റൻസ് ലോഡിനെ, ഒരു ലോ റെസിസ്റ്റൻസ് ലോഡിനെ ഹൈ റെസിസ്റ്റൻസ് സോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്യാം, കൺട്രോൾ ചെയ്യാം. ഓക്കെ, യൂസിങ് വോൾട്ടേജ് ഫോളോ ഓവർ വി ക്യാൻ കൺട്രോൾ ഓർ ഡ്രൈവ് എ ലോ റെസിസ്റ്റൻസ് ലോഡ് ബൈ യൂസിങ് എ ഹൈ റെസിസ്റ്റൻസ് സോഴ്സ്. ആ പ്രോസസ്സിനെ നമ്മൾ പറയുക ഇമ്പിഡൻസ് മാച്ചിങ് എന്നാണ്. അപ്പോൾ ഇമ്പിഡൻസ് മാച്ചിങ്ങിന് ഉപയോഗിക്കാം എന്നുള്ളതാണ് വോൾട്ടേജ് ഫോളോ ഓവറിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ഓക്കെ, അപ്പോൾ നോക്കുക, voltage follower op amp circuit in which output is exactly similar with the input applied on non-inverting terminal with no amplification and no phase shift. അതായത് op amp circuit ആണ്, അതിലെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്
നമ്മൾ നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിൽ അപ്ലൈ ചെയ്ത ഇൻപുട്ടിനെ സിമിലർ ആണ് എല്ലാ അർത്ഥത്തിലും, അതായത് ആംപ്ലിഫിക്കേഷനും ഇല്ല, ഫേസ് ഷിഫ്റ്റും ഇല്ല. ഓക്കെ, അപ്പോൾ നോക്കുക, ദിസ് സർക്യൂട്ട് ഈസ് യൂസ്ഡ് ടു ഡ്രൈവ് എ ലോ റെസിസ്റ്റൻസ് ലോഡ് യൂസിങ് എ ഹൈ റെസിസ്റ്റൻസ് സോഴ്സ്. അതായത് ഇൻപുട്ട് ഇംപെഡൻസ് ഹൈ ആണ്, ഔട്ട്പുട്ട് ഇംപെഡൻസ് ലോ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമ്മൾ സോഴ്സും ഇവിടെ ലോഡും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹൈ റെസിസ്റ്റൻസ് സോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ലോ റെസിസ്റ്റൻസ് ലോഡിനെ ഡ്രൈവ് ചെയ്യാം. ഈ ഒരു പ്രോസസ്സാണ് ഇംപെഡൻസ് മാച്ചിങ്. ഇനി അതിൻ്റെ സർക്യൂട്ട് നോക്കുക. നമ്മുടെ നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയറിൻ്റെ സർക്യൂട്ടിൽ ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ. നമ്മളിവിടെ RIN RF എന്ന് പറയുന്ന 2 റെസിസ്റ്റേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ ഉപയോഗിക്കുന്നില്ല. അതിനെ ജസ്റ്റ് വയറുകൾ ഉപയോഗിച്ചുകൊണ്ട് ഷോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയറിന് സിമിലർ ആയിട്ട് നമ്മൾ നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിലാണ് നമ്മൾ സിഗ്നൽ അപ്ലൈ ചെയ്യുന്നത്. കൊടുക്കുന്ന സിഗ്നൽ ആംപ്ലിഫിക്കേഷനും ഇല്ല, ഫേസ് ഷിഫ്റ്റും ഇല്ല, ക്രസ്റ്റ് ട്രഫ് അതേപോലെ തന്നെ ആംപ്ലിഫിക്കേഷനും ഇല്ല. ആ രീതിയിൽ ഔട്ട്പുട്ടിൽ നമുക്ക് ലഭിക്കുന്നു. ഓക്കെ, സർക്യൂട്ട് അനാലിസിസ് നോക്കുക. ഇറ്റ് ഈസ് നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ സർക്യൂട്ട് ബട്ട് വിത്തൗട്ട് റെസിസ്റ്റേഴ്സ് RF ആൻഡ് RIN. നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിൽ ഈ RIN-ഉം RF-ഉം അത് ജസ്റ്റ് നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറി, വോൾട്ടേജ് ഫോളോവർ ആയിട്ട് മാറി. ഇനി ഇതിൻ്റെ ഗെയിൻ നോക്കുക. ഇതൊരു നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ തന്നെ ആയതുകൊണ്ട് നമുക്ക് ഗെയിൻ കാണുന്നതിന് നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയറിൻ്റെ ഗെയിൻ്റെ എക്സ്പ്രഷൻ ആയിട്ടുള്ള 1 + RF/R ഉപയോഗിക്കാം. പക്ഷെ ഇവിടെ RF 0 ആണ്, അല്ലെ? RF ഇല്ലാത്തതുകൊണ്ട് ഫീഡ്ബാക്ക് റെസിസ്റ്റർ ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല. നെഗറ്റീവ് ഫീഡ്ബാക്ക് ഈസ് പ്രൊവൈഡഡ് ഡയറക്ട്ലി വിത്തൗട്ട് RF ഇല്ലാതെ ഡയറക്റ്റ് ആയിട്ടാണ് നെഗറ്റീവ് ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് RF 0 ആയിട്ട് കൊടുക്കാം, ബിക്കോസ് RF ഈസ് നോട്ട് യൂസ്ഡ് ഹിയർ. അപ്പോൾ എത്ര വരും, 1 + 0 അല്ലേ ബൈ R-നും ഇല്ല, അപ്പോൾ 1 + 0 ആണ്. അതായത് ഗെയിൻ AV ഈസ് ഈക്വൽ ടു 1. ഗെയിൻ ഓഫ് വോൾട്ടേജ് ഫോളോവർ എന്ന് പറയുന്നത് 1 ആണ് കിട്ടുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ Vout ബൈ Vin 1 ആണ് എന്നുള്ളതാണ്. Vout ബൈ Vin 1 ആണെങ്കിൽ Vout ഈസ് ഈക്വൽ ടു Vin. അതായത് ഔട്ട്പുട്ട് വോൾട്ടേജ് ഓർ ഔട്ട്പുട്ട് സിഗ്നൽ ഈസ് എക്സാക്ട്ലി സിമിലർ വിത്ത് ദ ഇൻപുട്ട് സിഗ്നൽ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് വോൾട്ടേജ് ഫോളോവറിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. അപ്പോൾ 3 ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ ഇന്ന് പറഞ്ഞത്: ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ, നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ, വോൾട്ടേജ് ഫോളോവർ. ഇത് 3 നമ്മൾ ഫൈനൽ ഇയറിലെ ഇലക്ട്രോണിക്സ് ലാബിൽ നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി അതിൻ്റെ കാര്യങ്ങൾ, ഒപ്പാമ്പ് സർക്യൂട്ടുകൾ ഡിസൈൻ ചെയ്യുന്നതും അല്ലേ, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി മനസ്സിലാവും. ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് തിയറി മാത്രം പഠിക്കുക. ഇനി നമുക്ക് കുറച്ച് ആപ്ലിക്കേഷൻസ് കൂടി പഠിക്കാനുണ്ട്. സമ്മിങ് ആംപ്ലിഫയർ, ഇൻ്റഗ്രേറ്റർ, ഡിഫറൻഷ്യേറ്റർ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.